ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന മടന്തയില കൊണ്ടുള്ള തോരനാണ്. അത് സാധാരണ തോരൻ നമ്മൾ അരിഞ്ഞാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇല നമ്മൾ കെട്ടിയാണ് ഉപയോഗിക്കുന്നത്. കെട്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കെട്ടുന്ന ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ കെട്ടണം. പിന്നെ ഇതിന് ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, മല്ലിപ്പൊടി. ഇതിനൊരു നിറം കിട്ടാൻ വേണ്ടി ഞാൻ ശകലം ഇത് ചുവന്ന മുളക് പൊടി ഉപയോഗിച്ചില്ലേലും ഒന്നുമില്ല, പക്ഷേ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കാന്താരി, മഞ്ഞൾപ്പൊടി. ഇത് ഇളക്കാൻ വേണ്ടി മാത്രമേ ഈ ചുവന്നുള്ളി ഉപയോഗിക്കണം. ഇതും കൂടെ അരച്ചെടുക്കണം, ഈ വെളുത്തുള്ളിയും കൂടെ. പിന്നെ കടുക് വറക്കാൻ കടുക്, വറ്റൽമുളക്, കരിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനം എടുക്കണം. കടുക് വറുത്ത ശേഷം അതിലേക്ക് അരപ്പിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കിയ ശേഷം അതിനകത്തേക്ക് മടന്തയിലയും അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർക്കണം. ചേർത്ത് ഉപ്പ് വിട്ട് ഈ അരപ്പിന് അരച്ച ശേഷം ആ പാത്രം ഒന്ന് മെഴുക്കി അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. വേവിച്ച് വെള്ളം പറ്റുമ്പം ഇത് ഒന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി. ഇത് ഒത്തിരി ഇളക്കരുത്, കാരണം ഈ കെട്ടങ്ങ് അഴിഞ്ഞു പോകും. അതായത് ഒരുപാട് ഇളക്കാൻ പാടില്ല. ഒന്ന് രണ്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് വാങ്ങാൻ നേരം ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതായോ എന്ന്. എനിക്കൊരബദ്ധം പറ്റിപ്പോയി. കടുക് വറക്കുന്നൊന്നും കാണിക്കാൻ എടുത്ത, പക്ഷേ അപ്പോൾ ഞാൻ ബട്ടറെ നിൽക്കാൻ പോകുന്നത്. ഞാനിങ്ങോട്ട് വിളമ്പുകയാണേ. വേണ്ട, എനിക്ക് കയ്യിൽ ഫോണും ഇതും കൂടെ ആയപ്പം വലിയ പ്രയാസം. അതുകൊണ്ട് കടുക് വറക്കുന്ന ഭാഗം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പച്ചിലകൾ ഇപ്പം ധാരാളം കഴിക്കേണ്ട സമയമാണ് ഈ കർക്കിടക മാസത്തിൽ. ഇതിനകത്ത് വൈറ്റമിൻ എയും പിന്നെ അയണിൻ്റെയൊക്കെ വലിയൊരു കലവറയാണ് ഈ പച്ചില. അതുകൊണ്ട് ധാരാളം ഈ സമയങ്ങളിൽ കഴിക്കേണ്ടതാണ്.